ഹലോ, ഇന്നിവിടെ കുവൈറ്റില് ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരുന്നുണ്ട്. ആ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കലാ കുവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ കുറച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഗാനമേളയ്ക്കുണ്ട്. മൻസൂരിയ അൽ അറബി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. മാത്രല്ല ഇന്ന് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനുള്ള സ്വീകരണവും ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് മുഖ്യമന്ത്രിനെ കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് വണ്ടികൾ നമ്മളെ റൂമിന്റെ അടുത്തുനിന്ന് പോരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ വണ്ടിക്കാണ് കേട്ടോ ഇന്ന് ഈ സ്റ്റേഡിയത്തിലേക്ക് പോയത്. 1:30 ആയപ്പോഴാണ് നമ്മൾ റൂമിന്റെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കുവൈറ്റ് സിറ്റിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്റ്റേഡിയം വരുന്നത്. ആ അറ്റത്ത് കാണുന്ന കുറച്ച് ബിൽഡിങ്ങുകൾ ഉള്ളതാണ് കുവൈറ്റ് സിറ്റി. അങ്ങനെ ജലീബിന് നമ്മൾ ഒരു 40 മിനിറ്റ്സിൽ ഈ സ്റ്റേഡിയം എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ സ്റ്റേഡിയം. ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. ഔട്ട്ഡോറിൽ വലിയൊരു ഗാലറി ഒക്കെ ഉള്ള ഒരു സ്റ്റേഡിയം പുറത്തുണ്ട് കേട്ടോ. മാത്രല്ല സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഇവിടെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയൊരു സ്റ്റേഡിയം ആയിരുന്നു കേട്ടോ ഇത്. ആൾക്കാരും നല്ലോണം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ കുറെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. 3 മണി തൊട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. മേഘമൽഹാർ എന്നാണ് കേട്ടോ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് അവരിട്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഔട്ട്ഡോർ സ്റ്റേഡിയം വരുന്നത്. നല്ല വലിയൊരു ഗ്രൗണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം കാണാൻ പോകുന്നത്. 2-3 സ്ഥലങ്ങളിലായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഡോർസ് ഉണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല പുറത്ത് ഇങ്ങനെ കുറേ അധികം ഫുഡ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. സ്നാക്സ്, ചായ, അതേപോലെ തന്നെ മിക്ക ടൈപ്പ് കേരള ഫുഡ്സും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് അകത്ത് കയറി ഒരു സ്ഥലത്ത് സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ്. അത്ര അധികം തിരക്കൊന്നും ഞങ്ങൾ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സീറ്റ് ഫുള്ള് ഫില്ലായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5000 പേരോളം ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയം ആയിരുന്നു കേട്ടോ ഇത്. അതിലൊരു 4000 പേരോളം ഈ സ്റ്റേഡിയത്തിൽ വന്ന് കാണും. ഇവിടുത്തെ സ്റ്റേജും ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ കിടിലനായിരുന്നു കേട്ടോ. 3 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം, ഒരു 1.5 മണിക്കൂറോളം നേരം ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയിട്ടിരുന്നു. സ്ക്രീനിൽ ഈ മേഘമൽഹാർ എന്ന് പറഞ്ഞ ഷോയുടെ തീം സോങ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഞങ്ങൾ എല്ലാവരെയും കണ്ട് അവിടെ ഇരുന്നു. മുമ്പിരുന്ന സീറ്റിന്റെ തൊട്ടപ്പുറത്തായിട്ട് 2 സീറ്റ് ഒഴിവ് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ, കുറച്ചും കൂടെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ചേ കഴിഞ്ഞപ്പോഴേക്കും ഗാലറി ഫുള്ള് നിറഞ്ഞ് സ്റ്റേജിലാണെങ്കിൽ ലൈറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓണം സെലിബ്രേഷന് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര അധികം ആൾക്കാരെ, ഇത്ര അധികം മലയാളികളെ ഞാൻ ആദ്യമായിട്ടാണ് കുവൈറ്റിൽ വന്നിട്ട് കാണുന്നത്. ഇവിടെ വന്നതിൽ വെച്ചിട്ട് ബാച്ചിലേഴ്സിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നത് ഫാമിലീസ് ആയിരുന്നു. ഇവിടെ ഏറ്റവും താഴെ സെക്കൻഡ് സെക്ഷൻ ആയിട്ട് ഇരുന്നിരുന്നത് ഫുള്ള് ഫാമിലീസ് ആയിരുന്നു. അങ്ങനെ ഗാലറി ഫുള്ള് നിറഞ്ഞപ്പോഴേക്കും സ്റ്റേജ് ഒക്കെ റെഡ് ലൈറ്റ് ഒക്കെ ഇട്ട് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാ സൈഡിലും കുറേ അധികം വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. വെള്ളവും ഇവര് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 47 വർഷം കുവൈറ്റിലെ മണ്ണിൽ
ഒരു അടിപൊളി ഗ്രൂപ്പ് ഡാൻസോട് കൂടിയാണ് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പറയാതിരിക്കാൻ വയ്യ, ഓരോ ഗ്രൂപ്പ് ഡാൻസും ഒന്നിലൊന്ന് മെച്ചായിരുന്നു. നല്ല മലയാള തനിമയുള്ള സോങ് ആയിരുന്നു എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഈ ഡാൻസ് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോൾ നല്ല പഞ്ചാരി മേളം കൂടെ ഉണ്ടായിരുന്നു. പഞ്ചാരിമേളം കഴിഞ്ഞ ഉടനെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് എത്താണ്. അതിനു മുമ്പായിട്ട് ഇവിടുത്തെ കുവൈറ്റിന്റെ എന്തോ ട്രഡീഷണൽ കലയാണെന്ന് തോന്നുന്നത്, അതാണ് ഫ്രണ്ടിൽ വരുന്നുണ്ടായിരുന്നത്. സർക്കാർ
വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുന്ന ഒരു അങ്ങനെതാ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിനെ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. അതും കേരളത്തിലെ മുഖ്യമന്ത്രിനെ കുവൈറ്റിൽ വരേണ്ടി വന്നു ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയായിട്ട് യൂസഫ് അലി സാറും സജി ചെറിയാൻ സാറും ഉണ്ടായിരുന്നു.
ഉജ്ജ്വല ഭരണത്തിനായി ആദ്യമായി ഗണവാദിനെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരാധനായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി സജീവ ഇന്ത്യൻ സഞ്ജയ് മണ്ഡ വ്യവസായ മനുഷ്യശേഷിയുമാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട പത്മശ്രീ മലയാളികൾ അതിൽ മലയാളം 15 വർഷം
അങ്ങനെ കുറച്ചു നേരം പ്രസംഗമൊക്കെ കേട്ടിരുന്നതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോവാന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് മൃദുല വാര്യരുടെ ബാൻഡിന്റെ ഗാനമേള ഉണ്ടായിരുന്നു. പക്ഷെ അത് തുടങ്ങാൻ വേണ്ടി ഒരു 10 മണിയെങ്കിലും ആവുമെന്ന് ഞങ്ങൾക്ക് തോന്നിയോണ്ട് തന്നെ ഞങ്ങൾ റൂമിലേക്ക് പോവാന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പുറത്ത് ഫുഡ് സ്റ്റാളിന്റെ അവിടെ ഫുള്ള് തിരക്കായിരുന്നു. ഞങ്ങൾ വന്ന വണ്ടി ഏതായാലും ഈ പ്രോഗ്രാം കഴിഞ്ഞേ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിൽ പോവാന്ന് വിചാരിച്ചു. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് 18ാമത്തെ ബസ്സിൽ കയറി സിറ്റിയിൽ ഇറങ്ങിയിട്ട് സിറ്റിയിൽ നിന്ന് 51ാമത്തെ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് റൂം എത്താനായിട്ട്. ഇത് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇതാ ബ്രിഡ്ജൊക്കെ നല്ല കിടിലൻ സെറ്റപ്പിലായിരുന്നിട്ടുണ്ടായിരുന്നത്. ബസ് സ്റ്റോപ്പിൽ ചെന്ന് 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് 18 ബസ് കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ നൈറ്റിലെ ബിൽഡിങ്ങുകൾക്ക് കാണാൻ എന്ത് രസാന്നറിയോ. ഫുൾ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട്, അതും ഓരോ ബിൽഡിങ്ങിനും ഓരോ ഷേപ്പിലാണ് ഇരിക്കുക. കറക്റ്റ് സ്ക്വയറോ റൗണ്ടോ അങ്ങനെ ഒന്നല്ല, വെറൈറ്റി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ആ ലൈറ്റും കൂടെ വരുമ്പോൾ കിടിലനാണ്. ഇതേ നമ്മൾ 18 ബസ്സിൽ സൂഖ് മുബാറക്കിയ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് 51 ബസ്സിൽ കയറി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഓരോ ബിൽഡിങ്ങിലെ ലൈറ്റ്, നല്ല രസമില്ലേ കാണാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.